നമസ്കാരം, ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രീലപ്പിള്ളേ, 1945 മെയ് 24 പിണറായി വിജയന്റെ മുൻ മുഖ്യമന്ത്രിയുടെ ജനനം. ഇന്ന് അദ്ദേഹത്തിന് 81 വയസ്സ് പൂർത്തിയാകുകയാണ്. 81ാം ജന്മദിനമാണ്. എന്തായാലും അദ്ദേഹത്തിന് നമുക്കൊരു ആശംസ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞേക്കാം. എല്ലാവിധ ആശംസകളും ആയുരാരോഗ്യങ്ങളും ഉണ്ടാവട്ടെ, സൗഖ്യവും നേരുന്നു. അടുത്തത്, ഈ കൂറക്കൂട്ടം എന്നൊരു പുതിയ ഒരു സംഘടന വന്നിട്ടുണ്ട്. ആ കൂറക്കൂട്ടത്തിൽ ചേരാൻ ആർക്കും നമ്മളെ പോലുള്ളവർക്കൊന്നും ചേരാൻ പറ്റില്ല. കാരണം ഒരു പണിയും ഇല്ലാത്തവരായിരിക്കും. കുറഞ്ഞത് 12 മണിക്കൂറെങ്കിലും ഓൺലൈനിൽ ചെലവഴിക്കുന്ന യുവാക്കളായിരിക്കണം. ജെൻസി യുവാക്കളാണ്. അടുത്തത്, മടിയന്മാരായിരിക്കണം. അതിൻ്റെ അടുത്തത്, വായി തോന്നുന്ന എന്തും വിളിച്ചു പറയാൻ കഴിവുള്ള ധൈര്യമുള്ള ആൾക്കാരായിരിക്കണം. അടുത്തത്, ഈ നമ്മളിപ്പോൾ ജന്മദിനം ആശംസിച്ച പിണറായി വിജയൻ വരെ, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ വരെ ഇപ്പോൾ കൂറക്കൂട്ടത്തിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം CPM-ൽ ഇനി വലിയ രക്ഷയൊന്നുമില്ലെന്ന് CPM-ലെ അണികൾക്ക് മനസ്സിലായി. അപ്പോഴാണ് ഈ കൂറക്കൂട്ടം പെട്ടെന്ന് അത് ഓൺലൈനിൽ ഒരു കൂറക്കൂട്ടം, മാധ്യമങ്ങൾ വലിയ ഹൈപ്പ് കൊടുക്കുന്നു, ചാനലുകൾ ചർച്ച ചെയ്യുന്നു, മൊട്ടയടക്കം പറയുന്നു, എന്തുകൊണ്ട് പോയിക്കൂടാ, എന്തുകൊണ്ട് അങ്ങനെ എന്തോ. ഈ പാർട്ടിയുടെ ഒരു മുഖംമൂടി വെച്ച ഒരു സിമ്പലാണ്. അതിന്റെ പിന്നിലിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളാണ്. എത്ര പേർക്ക് അറിയാം? അതെ. അപ്പോൾ CPM അണികൾ മൊത്തം ഇപ്പോൾ, എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമാണ്, പലരും വരുന്നത് ഞാൻ അതിൽ രജിസ്റ്റർ ചെയ്തു, ഞാൻ ആ പാർട്ടിയിൽ രജിസ്റ്റർ ചെയ്തു. എന്തിനാണ്? BJP തറ പറ്റിക്കാൻ, അല്ലാതെ വേറെ ഒന്നുമല്ല. BJP തറ പറ്റിക്കാൻ, അല്ലാതെ സ്വന്തം ഐഡിയോളജി വിട്ടു, സ്വന്തം അസ്തിത്വം വിട്ടു, സ്വന്തം വിശ്വാസങ്ങൾ, സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ വിട്ട് ഏതോ ഒരാൾ ഏതോ ഒരു രാജ്യത്തിരുന്ന് ഏതോ കുറെ ശിങ്കിടികളുടെ കൂടെ ചേർന്നിരുന്ന് ഉണ്ടാക്കിയ ഒരു ഓൺലൈൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ത്യക്കാരന്റെ രാഷ്ട്രീയ പ്രബുദ്ധത. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം വരെ ഇതിലോട്ട് പോവുകയാണ്. മാനസികമായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ ഈ പറഞ്ഞ ക്വാളിറ്റി എല്ലാം ഇനി CPM-കാർക്ക് ചേരും. ഈ കൂട്ടത്തിൽ ചേരാനുള്ള കൂറക്കൂട്ടത്തിൽ ചേരാൻ അവർ പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം CPM-ഉള്ളവർക്ക് ഇപ്പോൾ ചേരുന്ന അവസ്ഥയാണ്. ഇതിനെങ്ങനെ കാണും? യഥാർത്ഥത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് തന്നെ മനസ്സിലായിട്ടുണ്ട്, ഇപ്പോൾ ഇനി CPM-ന് ഒരു ഭാവിയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഉള്ളതും കൂടി 26 സീറ്റ് ഇപ്പോൾ ഉണ്ട്, അതുകൂടി ഇല്ലാതാക്കിയ ശേഷം മാത്രമേ അദ്ദേഹം പോവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പാർട്ടികൾ ഉദയം ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ, പാർട്ടി എന്ന ലേബലിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കൂട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങൾ വരുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇതിൽ അതായത് ജനാധിപത്യ രീതിയിൽ ഒരിക്കലും നരേന്ദ്രമോദിയെ തകർക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കുമുണ്ട്. അപ്പോൾ അതിന് മറ്റേതെങ്കിലും കുറുക്ക് വഴികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ വലിയ അഴിമതി കാലത്ത് ഉണ്ടായതാണ് ഈ പറയപ്പെടുന്ന ആം ആദ്മി പാർട്ടി. പക്ഷേ ആം ആദ്മി പാർട്ടി ഉണ്ടായ സമയത്ത് തന്നെ, ഏതായാലും ആം ആദ്മി പാർട്ടിയായി രൂപീകരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, അധികകാലം ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന്. ഞാൻ സത്യത്തിൽ ഫേസ്ബുക്കിൽ അത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ആൾക്കൂട്ടമാണ്, അതിനൊരു ആശയമില്ല. ഒരാൾക്കൂട്ടം മാത്രമായി ഒരു പാർട്ടി രൂപീകരിക്കുമ്പോൾ അന്നൊരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായയൊക്കെയുമായിട്ട് വന്നതുകൊണ്ട്, അണ്ണാ ഹസാരെ പോലുള്ളവർ അതിനൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്ത് ഒരു പാർട്ടി എന്ന രീതിയിൽ അത് രാഷ്ട്രീയ പാർട്ടിയായി രൂപീകരിക്കുമ്പോൾ വലിയ രീതിയിലൊരു ഇമേജ് ഉണ്ടാക്കാനൊക്കെ അന്ന് ഈ അരവിന്ദ് കെജ്രിവാളിന് കഴിഞ്ഞിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ചെരുപ്പിടാതെ നടക്കുകയും കോടികളുടെ ആസ്തി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ വീടടക്കമുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് കാണുമ്പോൾ നമുക്ക് എന്താണ് സംഭവിച്ചത്? ഏറ്റവും വലിയ അഴിമതിക്കാരനായി, കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായി, ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായി അരവിന്ദ് കെജ്രിവാൾ മാറിയത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല, ഇവിടെ നോക്കൂ, ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന ഈ കൂറക്കൂട്ടം, നമുക്കതിനെ കൂറക്കൂട്ടം എന്ന് പറയാം, അത് പാർട്ടി എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ട. CJP എന്നൊക്കെ അവർ പറയുന്നത് ഒരു പാർട്ടിയൊന്നും അല്ല. പാർട്ടിക്ക് ഒരു ഭരണഘടന ഉണ്ടാകും, ഒരു ആശയം ഉണ്ടാകും, അത് രജിസ്റ്റേർഡ് ആയിരിക്കണം. ഇത് ഓൺലൈനിലൂടെ ആരോ എവിടെയോ ഇരുന്ന് ഒരാൾ, ഓൺലൈനിൽ ഇന്ത്യയിൽ പോലും ഇല്ലാത്ത ഒരാൾ, അയാൾ ജോലി ചെയ്ത് സുഖമായി ജീവിക്കുകയാണ്. അയാൾ വിദേശ രാജ്യങ്ങളിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളിരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒരു കൂട്ടമുണ്ടാക്കാൻ പറയുമ്പോൾ, ആ കൂട്ടമുണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ ഈ രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയുന്നത് എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ വലിയ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാണെന്നാണ് പറയുന്നത്.
പക്ഷേ എല്ലാവരും ഇപ്പോൾ ഈ കൂറക്കൂട്ടത്തിന് പുറകെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കൂറക്കൂട്ടത്തിന് പുറകെ പോകുന്നതിൻ്റെ പിന്നിലെ വ്യക്തമായ അജണ്ട നരേന്ദ്രമോദിയെയും BJPയെയും വേറൊരു വിധത്തിലും ബീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇത് മുമ്പും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കണ്ടതല്ലേ, എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കി ഇന്ത്യ മുന്നണിയെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? പല രാഷ്ട്രീയ പാർട്ടികൾ, പല ചെറിയ ചെറിയ പാർട്ടികളെല്ലാം കൂടി ഒന്നിച്ചു ചേർന്നിട്ട് പോലും, അതായത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ഒന്നിച്ചു ചേർന്നിട്ട് പോലും അവർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ആശയങ്ങൾ ചേർന്നില്ല. അപ്പോൾ ഈ കൂറക്കൂട്ടത്തിന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയ ഒരു ക്യാമ്പയിനായിരുന്നു. ആ ക്യാമ്പയിൻ ഒരു ജഡ്ജി ഒരു യുവാക്കളെ പാറ്റകളോട്, മടിയന്മാരായ യുവാക്കളെ പാറ്റകളോട് ഉപമിക്കുന്നു. അതിനെ തുടർന്ന് അപ്പോൾ ഈ ജഡ്ജി മുതൽ ഇങ്ങോട്ട് സംശയാസ്പദമായി നമ്മൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യം, അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ? അതായത് ലോകരാജ്യങ്ങൾ പോലും ഭാരതത്തെ ഉറ്റുനോക്കുകയാണ്. ആ ഘട്ടത്തിൽ ഭാരതത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടാകും. പല രാജ്യങ്ങളും തകർന്നു പോയിരിക്കുന്നു. പല യുദ്ധങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു പ്രശ്നവുമില്ലാതെ സാമ്പത്തിക രംഗത്തും എല്ലാ രംഗത്തും മുന്നോട്ട് കുതിക്കുന്ന ഭാരതത്തെ തകർക്കുക എന്നുള്ള അജണ്ട പണ്ട് മുതലേ ഉണ്ട്. ആ അജണ്ടയുടെ ഭാഗമായി നരേന്ദ്രമോദിയെയും ഭാരതത്തെയും തകർക്കുക എന്ന അജണ്ടയുടെ ഭാഗമായി യുവാക്കളെ വഴിതെറ്റിക്കുക എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ നട്ടൽ യുവാക്കളാണ്. കാരണം ഭാവി ആ യുവാക്കളിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, ഈ പറയപ്പെടുന്ന കാറ്റഗറിയിലൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജെൻസി കുട്ടികളൊക്കെ ഏതാണ്ട് ഒരു 50% ഇത്തരത്തിലുള്ള കുട്ടികൾ തന്നെയാണ്. ഫുൾ ടൈം ഓൺലൈനിൽ ചെലവഴിക്കുന്ന, പിന്നെ മടിയന്മാരായിട്ടുള്ള, എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെ കാര്യം നടത്തിക്കൊണ്ട് പോകുന്ന ഒരു 50% ജെൻസി കുട്ടികൾ അങ്ങനെയാണ്. അതിന് മുമ്പത്തെ യുവതലമുറ, ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ വെളുപ്പം കാലത്ത് എണ്ണീറ്റ് രാവിലെ എണ്ണിക്കുകയും പണിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പോഴത്തെ കുട്ടികൾ എപ്പോഴും എണ്ണിക്കുന്നത് പോലും 11 മണി 12 മണി അതറിയില്ല. അപ്പം അങ്ങനത്തെ ആൾക്കാരെ കുറേ കാലത്തേക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പം ഈ നമ്മൾ പറയുന്ന ധ്രുവറാട്ടി പോലും, ധ്രുവറാട്ടി എവിടെ ഇരുന്നാണ് വിമർശിച്ചുകൊണ്ടിരുന്നത്? ഇവരെല്ലാം മറ്റു രാജ്യങ്ങളിൽ എല്ലാവരും ഓരോ വിദേശ രാജ്യങ്ങളിൽ പോയി എഞ്ചിനീയറിംഗ് ബിരുദമുള്ള, ഞാൻ അവരുടെ ഡീറ്റെയിൽസ് 3 പേരുടെയും എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് ഇവരെല്ലാം മറ്റ് രാജ്യങ്ങളിൽ പോയിരുന്ന് എഞ്ചിനീയറൊക്കെ ആയിട്ടുള്ള ഇവരൊക്കെ അവിടെ പോയിരുന്നുകൊണ്ട് ഭാരതത്തെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അവർ നല്ല ജോലി ചെയ്യുന്നവരാണ്, അവർക്ക് ശമ്പളമുണ്ട്, അവർ സുഖമായി ജീവിച്ചു പോകുന്നവരാണ്. എന്നിട്ട് ജോലി ചെയ്യുന്നു. എന്നിട്ട് ഇവിടുത്തെ കുട്ടികളെ പെരുവഴിയിലേക്ക് അടിയും ചവിട്ടും കൊള്ളാനും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പറഞ്ഞു വിടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കുട്ടികൾക്ക് ഒരു ലഹരി നമ്മൾ സപ്ലൈ ചെയ്യുന്നത് പോലെയാണ്. അതെ, തീർച്ചയായിട്ടും. ഇത്തരത്തിലുള്ള ഒരു അഡോളസെന്റ് ഏജും അതിനടുത്ത പ്രായമുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്ന് സ്വാധീനിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നത്. ഇവർ പറയുന്നത് ഇത് ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയും. ഇവരൊക്കെ എവിടെയൊക്കെയാണെന്നുള്ളത്. ധ്രുവറാട്ടി ജർമ്മനിയിലാണ് താമസിക്കുന്നത്. ധ്രുവറാട്ടി ജർമ്മനിയിലിരുന്ന് യൂട്യൂബ്, സോഷ്യൽ മീഡിയ വഴി പണം ഉണ്ടാക്കുകയും പ്രൊമോഷനുകളും മറ്റും ചെയ്യുന്നു. ധ്രുവറാട്ടിയുടെ പ്രതിമാസ വരുമാനം തന്നെ കോടികളാണ്. അത് ഭാരതത്തിലല്ല ഇരിക്കുന്നത്. ഒപ്പം ജർമ്മനിയിൽ സെറ്റിൽഡാണ്. ജർമ്മനായ ഒരു ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. അവരുമൊത്ത് സുഖവാസത്തിലാണ് അവിടെ ധ്രുവറാട്ടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അഭിജിത്ത് ദുബൈ അമേരിക്കയിലാണ്. അഭിജിത്ത് ദുബൈ അമേരിക്കയിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി അമേരിക്കയിൽ ജോലി ചെയ്യുന്നു. കൂടാതെ ഫ്രീലാൻസ് ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസ വരുമാനമുണ്ട്. അപ്രീത് ശർമ്മ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ AP നേതാവായിരുന്നു. അപ്രീത് ഓസ്ട്രേലിയയിൽ ഒരു എഞ്ചിനീയറാണ്. ഈ 3 പേരും ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ ആൾക്കാരെ ജോലിയും കൂലിയും ഇല്ലാതെ പെരുവഴിയിൽ ഇറങ്ങി സമരം ചെയ്യാനും എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ സമരം ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവരെല്ലാം വെൽ സെറ്റിൽഡായി ജർമ്മനിയിലും അമേരിക്കയിലുമൊക്കെ ജീവിതം ആസ്വദിച്ച് അവർ കാശുമുണ്ടാക്കി അങ്ങനെ ജീവിക്കുകയും ഇന്ത്യയിലെ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുകയും ജീവിതകാലം മുഴുവൻ കേസുകൾ ഉണ്ടാക്കുകയും അവരെ കരിയർ നശിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഒരു അനുഭവം കൊണ്ട് മനസ്സിലാക്കിയതാണ്. നമ്മുടെ കേരളത്തിൽ നടക്കും ഒരുപാട് കുട്ടികൾ വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്നുണ്ട്. UK യിലും US പോകുന്നത് കുറവാണ്. UK, പിന്നെ യൂറോപ്യൻ കൺട്രീസ്, അവിടെയൊക്കെ അവർ ആകർഷകരായി പോവുകയാണ്. അപ്പോൾ തുടക്കത്തിൽ അവരുടെ മനസ്സിൽ ഈ മറ്റേ എബ്രോഡ് എഡ്യൂക്കേഷൻ ഏജൻസികൾ ഒരു ബേസ് ഇടും. അതായത് ഇവിടെ പഠിക്കാൻ കൊള്ളില്ല, ഇവിടെ മൊത്തം രാഷ്ട്രീയ മലീമസമാണ്, അതുകൊണ്ട് ഇവിടെ പഠിക്കാൻ കൊള്ളില്ലെന്ന് ഇവരങ്ങൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലൊന്നും കുട്ടികളുടെ മനസ്സിൽ മൊത്തം എന്നാൽ പിന്നെ ഇന്ത്യക്ക് പുറത്ത് പോയി പഠിക്കാം. അപ്പോൾ അങ്ങനെ പഠിക്കണം. അവിടെ അഡ്മിഷൻ കിട്ടുന്നു. അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് ഇവന്റെ മൈൻഡ് സെറ്റ് മാറുന്നു.
ഇവിടെ മോശമാണ്, അതെ, അതെ, ഇന്ത്യ അതെ, മോശമാണ്, എന്റെ വീട് മോശമാണ്, അതെ. എന്റെ നാട് മോശമാണ്, പിന്നെ ഇങ്ങോട്ട് വരിക വേണ്ട, എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ട, അവരുടെ അവസരം പറയും ഞാൻ ഇങ്ങോട്ടൊന്നും വരില്ല, അതെ, അതെ, ഞാൻ അവിടെ സെറ്റിൽ ചെയ്യാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ പാത്രം കഴുകലാണ് ജോലി. അതെ, അതെ, അത് ചെയ്യാൻ വേണ്ടി ഇവിടെ ചിലപ്പോൾ പോകുന്നത്. പാത്രം കഴുകിയാലേ, അതാണ് ചോദിക്കുന്നത്. പലരും ചോദിച്ചു എന്തിനാണ് ഇന്ത്യയിലെ നമ്മുടെ സ്വന്തം നാട്ടിലെ ഈ ജോലിയൊക്കെ കളഞ്ഞിട്ട് അവിടെ പോയി വല്ല ഈ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാനും ഹോട്ടലില് മറ്റേ പാർട്ട് ടൈമില് ഓരോ മണിക്കൂർ ബേസിൽ പാത്രം കഴുകുക, വെയിറ്ററെ ജോലി ചെയ്യുക. എന്തിനാണ് ഈ വിദേശികളുടെ പാത്രം കഴുകാനായി കുട്ടികൾ പോകുന്നത്? ഇവിടെ നമുക്കറിയാമോ, നമ്മൾ ചോദിക്കുമ്പോൾ മകൻ UK-യിൽ അല്ലെങ്കിൽ അയർലൻഡിൽ അല്ലെങ്കിൽ കാനഡയിൽ, ഓസ്ട്രേലിയയിൽ. പക്ഷെ നേഴ്സുമാർ ജോലി ചെയ്യുന്ന എല്ലാവരും അവിടെ പോകുന്നത് എന്തിനാണ്? ഈ കെയർ ടേക്കർ, കെയർ ഗിവർ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അവരെ ഈ വയ്യാതെ കിടക്കുന്ന അപ്പൂപ്പനും അമ്മയൊക്കെ നോക്കാനാണ് പലരും പോകുന്നത്. ഇവിടെ അത് ചെയ്യില്ല. പ്രോപ്പർ ഒരുപാട് യുകെയിലും യൂറോപ്പിലും അസൈലംസ് ഉണ്ട്. അതായത് ഈ ഫ്രാൻസിൽ നിന്നൊക്കെ ഈ ഇംഗ്ലീഷ് ചാനൽ കടന്ന് അഭയാർത്ഥികൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിയമങ്ങൾ കർശനമാക്കിയെങ്കിൽ ഈ അഭയാർത്ഥികൾ വന്നാൽ അവർ തിരിച്ചുവിടില്ല. ഈ അഭയാർത്ഥികളെ അവരൊരു അസൈലത്തിൽ കൊണ്ടാക്കും. അതാണല്ലോ അവിടെ ഇപ്പൊ ഒരു വംശീയ ആക്രമണമൊക്കെ UK-യിൽ ഇടയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവരെല്ലാം ഓരോരോ ഷെൽട്ടറിൽ താമസിക്കും. ഈ ഷെൽട്ടറിൽ താമസിക്കുന്നവർ നോക്കാൻ ആൾ വേണം. അതിന് പോകുന്നത് നമ്മൾ ഇവിടുത്തെ നേഴ്സുമാരെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഈ IELTS ഒക്കെ പഠിച്ചു എഴുതിയെടുത്ത് പോകുന്ന ഈ കുട്ടികൾ അവിടെ നഴ്സിംഗ് പഠിച്ചിട്ട് അവർ പോകുന്നത് ഇങ്ങോട്ടാണ്. പിന്നെ അവിടെ ഈ വയോജനങ്ങൾ വലുതായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരെ കിടപ്പായ രോഗികൾ ഇവരെയൊക്കെ നോക്കാനാണ് പോകുന്നത്. പേര് കേട്ടേക്കാം, അവരുടെ കുഞ്ഞുങ്ങളെ നോക്കാൻ പോകുന്നവരുണ്ട്. പക്ഷെ നമ്മൾ നാട്ടിൽ ചോദിക്കുമ്പോൾ അവരൊരു നേഴ്സാണ്. അതെ, അതെ, അതെ. അത് ഇപ്പൊ നമ്മൾ പറയാനില്ല, ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജ് എന്തോ ഉണ്ടായിരുന്നു ഇവരുടെ കൂറക്കൂട്ടത്തിന്. അപ്പൊ ഈ കൂറക്കൂട്ടം ഉണ്ടാക്കി ഈ ഫേസ്ബുക്ക് പേജ് ബാൻ ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. BJPക്ക് എന്തുകൊണ്ടാണ് പേടി എന്ന തരത്തിലാണ് BJPയിലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ അടക്കം BJPയോട് ചോദിക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു കമ്മ്യൂണിറ്റി ഗൈഡൻസ് വയലേറ്റ് ചെയ്താൽ അത് ബ്ലോക്ക് ആവും. അതായത് ഞാൻ മനസ്സിലാക്കുന്ന 49% പാകിസ്ഥാനിൽ നിന്നുള്ളവരും മറ്റുമാണ് ആ പേജ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് അത് ബ്ലോക്ക് ആക്കിയിട്ടുള്ളത്. അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, രാജ്യസുരക്ഷയെക്കുറിച്ച് വളരെ ഗൗരവകരമായി ആലോചിക്കേണ്ട മാധ്യമപ്രവർത്തകരടക്കം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ നമ്മൾ കണ്ടതാണ് വാട്സപ്പിലൂടെ ഒരു സമരമുണ്ടായത്. പോപ്പുലർ ഫ്രണ്ട് വാട്സപ്പിലൂടെ ആഹ്വാനം ചെയ്തൊരു സമരത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് എന്തായിരുന്നു എന്ന് നമ്മൾ പിന്നീടുണ്ടായ പ്രശ്നങ്ങളിലൂടെ കണ്ടതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ വളരെ ഫാസ്റ്റായി ഇപ്പോൾ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ വലിയ കലാപമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരം ഒരു രാജ്യത്തെ അസ്ഥിരമാക്കാനുള്ള, രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള ഒരു ആസൂത്രിത അജണ്ടയുടെ ഭാഗമാണോ എന്ന് സംശയിക്കണം. കാരണം ഈ പറയപ്പെടുന്ന ഈ അഭിജിത്ത് ദീപ്തെ എന്ന് പറയുന്ന ഇയാളെ സംബന്ധിച്ച്, ഇയാൾ എന്തായിരുന്നു ഇവിടെ ചെയ്തിരുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ്. ആം ആദ്മി പാർട്ടി നേതാവിൻ്റെ മകനായിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ മീഡിയ ഹാൻഡിൽ ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആം ആദ്മിയുടെ തകർച്ച പൂർണ്ണമാകുമ്പോൾ പകരം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ഉയർത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ കെജ്രിവാളിന്റെ B പ്ലാൻ ആണോ എന്ന സംശയം നമുക്കുണ്ട്. കാരണം രാജ്യത്തെ എപ്പോഴും അത്രേ ഉള്ളൂ, രാജ്യത്തെ എപ്പോഴും അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരാണ് കെജ്രിവാൾ അടക്കമുള്ളവരെന്ന് യാതൊരു സംശയമില്ല. നമുക്ക് കിടന്ന ഒരാൾ കൂടിയാണ്. അതാണ് നമ്മൾ ആലോചിക്കുന്നത്. ജഡ്ജിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു. ആ കേസിൽ ആ ജഡ്ജി വിധി പറയാൻ പാടില്ല, വേറെ ജഡ്ജി വിധി പറയണം. അതായത് രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ കുറെ കാലങ്ങളെ അരവിന്ദ് കെജ്രിവാളിന്റെ നീക്കം തന്നെ. അപ്പൊ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കമായി മാത്രമേ ഈ കൂട്ടത്തെ കാണാൻ കഴിയുള്ളൂ. ഈ കൂട്ടം പറയുന്ന ഇപ്പൊ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതിപ്പോ BJP 33% സംവരണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുന്നവർ ഇപ്പോൾ സ്ത്രീകൾക്ക് 50% സംവരണം വേണമെന്ന് വാദിക്കുകയാണ്. അപ്പൊ ഇതിലൊക്കെ എന്ത് ആത്മാർത്ഥതയാണുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഇപ്പൊ രാഷ്ട്രീയക്കാരെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ CPM-കാരുണ്ടല്ലോ, CPM-കാര് ഒരുപാട് ഈ സ്ത്രീ വിഷയത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലൂടെ പ്രതികളായിട്ടുണ്ട്. ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇവർ പൊതിഞ്ഞു നിർത്തും. പോട്ടെ, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടാകാം. മാങ്കൂട്ടം ഈ പ്രതിപക്ഷത്തായതുകൊണ്ട്, അന്ന് UDF-ലായതുകൊണ്ട് മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോഴും ആക്രമണം നടത്തുന്നു. മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുന്ന കുട്ടികളെയൊക്കെ അവരിങ്ങനെ പൊതിഞ്ഞു നിർത്തും. ഇരട്ടത്താപ്പാണ്. അപ്പൊ ഇതേ നിലപാടില്ലേ പിണറായി വിജയൻ? ഇതേപോലെയുള്ള ആളായിരുന്നില്ലേ P ശശിയും PK ശശിയും ഒക്കെ? P ശശിക്കില്ലാത്ത PK ശശിക്കില്ലാത്ത അവരെയൊക്കെ ഇപ്പൊ വിശുദ്ധന്മാരാണ്. അവർ തന്നെ ഇലക്ഷൻ നിർത്തുന്നു, P ശശി ഇലക്ഷൻ നിർത്തുന്നു. പിന്നീട് P ശശി പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് PK ശശി പ്രശ്നം ഉണ്ടാകുമ്പോൾ പറയുന്നു സ്ത്രീകളെ PK ശശിയുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിൽ പോകുമ്പോഴാണ് പറയുന്നത്. അതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുവരെ തീവ്രത കുറഞ്ഞ പീഡനമാണെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ തീവ്രത വരെ അളന്ന പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന മെഷീനും ഒക്കെ ആയിട്ട് നടന്ന് ഇവരാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്.
അപ്പോൾ സ്വാഭാവികമായി നമുക്ക് മനസ്സിലാകുന്നത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ യുവതലമുറയെ വഴിതിരിച്ചു വിടാൻ, അതായത് ഇന്ത്യയിലുടനീളം യുവാക്കൾ BJPക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ഇല്ലാതാക്കാനും വരുന്ന തലമുറയെ സ്വാധീനിക്കാനും കലാപങ്ങൾ ഉണ്ടാക്കാനും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുമുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കണം. പിണറായി വിജയനെ പോലുള്ളവർ, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, പിണറായി വിജയനെ പോലുള്ളവർ രാഷ്ട്രീയ രംഗത്തെ രാഷ്ട്രീയം അറിയാവുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും രാജ്യം നശിച്ചാലും കുഴപ്പമില്ല, BJP ഭരണത്തിൽ നിന്ന് പോയാൽ മതി എന്ന് പറയുന്ന നിലപാട് രാജ്യവിരുദ്ധ നിലപാടാണ്. ആ നിലപാടിനെ ഒരു തരത്തിലും അനുകൂലിക്കാൻ കഴിയില്ല. അതാണ് പറയുന്നത്. ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഒരു പാർട്ടി തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വരുന്ന 5 വർഷം കൊണ്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ പാർട്ടി ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് കൂടെ ആയിരിക്കും. ലോകത്ത് എവിടെയെങ്കിലും കേട്ടുകഴിയുള്ള കാര്യമാണോ? ഒരു തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയം ഉണ്ടാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച് മര്യാദയ്ക്ക് വീട്ടിൽ പോയിരിക്കേണ്ട ആൾ ഇപ്പോൾ വീണ്ടും ജയിച്ചപ്പോൾ പറയുന്നു ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവായിക്കോളാം, ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവായി വീണ്ടും ഇരിക്കുന്നു. അതായത് ജനഹിതമെതിരായിട്ടും പ്രതിപക്ഷ നേതാവായി തുടരാനുള്ള അദ്ദേഹത്തിന്റെ ആ തൊലിക്കെട്ടി അപാരം തന്നെയാട്ടോ. അത് സമ്മതിക്കാതിരിക്കാൻ കഴിയും. ഗോവിന്ദൻ പറഞ്ഞല്ലോ ആര് പ്രതിപക്ഷ നേതാവിനെ മാറ്റുമോ? ഇല്ല, മാറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതാണ് കാര്യം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. പിണറായി വിജയൻ അത് തന്നെ അതാണ് പറയുന്നത്. CPM നശിപ്പിച്ചു, ഇനി രാജ്യം കൂടി നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് അങ്ങേ പോലുള്ളവർ കൂട്ടുനിൽക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. രാജ്യത്ത് വലിയ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഈ പാകിസ്ഥാനികളും ബ്രിട്ടനിൽ നിന്നുള്ളവരും ഒക്കെ ഈ കൂട്ടായ്മയിൽ അംഗമാകേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം ആരൊക്കെയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉന്നയിക്കുന്ന കണ്ടു, ഫേസ്ബുക്ക് പേജുകൾ ഹാക്ക് ചെയ്യാൻ പോകുന്നു, പലരും പാകിസ്ഥാനികളും ഒക്കെ പലരുടെയും ഫേസ്ബുക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് എന്നാണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പാർട്ടിയിലൂടെ ഈ കൂറക്കൂട്ടത്തിലൂടെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഹാക്ക് ചെയ്യുന്നവർക്ക് നമ്മളൊരു പാത്ത് തുറന്നു കൊടുക്കുകയാണ്. നമ്മളെല്ലാം എല്ലാവരും കോമണായിട്ട് ലൈക്ക് ചെയ്യും. അപ്പൊ നമ്മളെല്ലാം നമ്മൾ ഈ ഓൺലൈൻ ലോൺ ആപ്പ് പോലെയാണ്. പിന്നെ നമ്മുടെ അക്കൗണ്ട്, നമ്മുടെ കോൺടാക്ട് നമ്പർ, ഫോട്ടോസ്, ഗാലറി അടക്കം അവർക്ക് പോവുകയാണ്, അവരുടെ സെർവറിലേക്ക് പോവുകയാണ്. പിന്നെ അവർ തീരുമാനിക്കും നമ്മൾ ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്ന്. ഇതും ഇനി അതുപോലെയാണ്. എല്ലാവരുടെയും ഈ കൂറക്കൂട്ടത്തിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. വലിയൊരു മൂവ്മെന്റ് എന്ന രീതിയിലാണ് എല്ലാവരും കാണുന്നത്. പക്ഷെ ആ മൂവ്മെന്റ് രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ ഇന്ത്യയിലെയും യുവജനങ്ങൾ അത് മനസ്സിലാക്കി വിവേകത്തോടു കൂടി പ്രതികരിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിവരം വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഏതെങ്കിലും തരത്തിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന കാര്യമാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള മാന്യതയാണ് കാണിക്കേണ്ടത്. മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നു. ആർക്കും കൃത്യമായി ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന വികസനങ്ങൾ, നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ഈ പല കാര്യങ്ങളും, നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ, രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, രാജ്യം മറ്റുള്ളവരുടെ മുന്നിൽ വലിയ രീതിയിൽ ഒരു രാജ്യം എന്ന രീതിയിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മുന്നിൽ അംഗീകരിക്കപ്പെട്ട, ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ അംഗീകരിക്കപ്പെട്ട വർഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് ഇവിടെ നിന്നും ഗൾഫിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയി ജോലി ചെയ്യുന്ന പ്രവാസികളോട് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ എത്രമാത്രം സെക്യൂരിറ്റി ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഇപ്പോൾ അനുഭവിക്കുന്നു, നേരത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്താണ്. അത് മനസ്സിലാക്കാതെ ലോക നേതാക്കൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പണ്ട് നേരെ അവിടെ ഫ്ലൈറ്റ് വന്നിരുന്നത് ന്യൂഡൽഹിയിലാണ്. ഇപ്പോൾ ലക്ഷം പേരെ ആണെങ്കിലും ഇന്ത്യ, നമ്മുടെ ന്യൂഡൽഹി പറയുന്നത് നിങ്ങൾ കൊൽക്കത്തയിലേക്ക് പോകൂ, അല്ലെങ്കിൽ നിങ്ങൾ ആന്ധ്രയിലേക്ക് പോകൂ, അങ്ങനെ ഓരോരോ, അല്ലെങ്കിൽ അസമിലേക്ക് പോകും, അങ്ങനെ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ നേരിട്ട് അവിടെ ചെന്ന് അവിടുത്തെ സ്റ്റേറ്റ് ഭരണത്തിൽ ചർച്ച ചെയ്ത് അവിടെ വികസനം നടപ്പാക്കും. അങ്ങനെ വളരെ വികേന്ദ്രീകൃതമായിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് ഭാരതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലാണ് ഈ ഇത്തരത്തിലുള്ള, അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിന് നേരെയുള്ള ഒരു ത്രെറ്റാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാവുന്നത്. ആ ത്രെറ്റിനെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം. രാജ്യത്തെ മനസ്സിലാക്കുന്ന, രാജ്യത്തിനോട് സ്നേഹമുള്ള, രാഷ്ട്രീയ പ്രതിബദ്ധത എന്നതിനപ്പുറത്തേക്ക് രാജ്യസ്നേഹം ഏറ്റവും കൂടുതലുള്ള ജനങ്ങൾ ഇപ്പോൾ ഇതിനെതിരെ നിലകൊള്ളേണ്ട സമയമാണ്. ഇപ്പോൾ പിണറായി വിജയൻ ഇനിയും ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പിണറായി വിജയന് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇനി കോക്രോച്ച് പാർട്ടിയിലും കാണാൻ ചേർന്നിട്ട് ഇനി അവിടെ മുഖ്യമന്ത്രിയാവാനോ, ഇനി മോദിക്കെതിരെ ഡൽഹിയിൽ പോയി ഇരിക്കാൻ പറ്റില്ല. അമേരിക്കയിൽ ഇനി കസേരയും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ കോക്രോച്ച് പാർട്ടിയിലെങ്ങാനും ചേർന്ന് ഇനി അമേരിക്കയിലെങ്ങാനും വല്ല സ്വീകരണത്തിനും പോകാനാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പണിയില്ലാതിരിക്കുന്ന ആര്യ രാജേന്ദ്രനെ കൂടെ കൂട്ടിക്കോണം. ഒരു പണിയില്ല ഇപ്പോൾ. അതുകൊണ്ട് ആര്യ രാജേന്ദ്രനെ കൂടെ കൂട്ടി വേണം പോകാൻ. ഇവിടുത്തെ പഴയ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനെയൊക്കെ ഭരിച്ച് നല്ല രീതിയിലാക്കി മുടിച്ചില്ലാതാക്കിയ ഒരു മേയർ കൂടിയുണ്ട്. പല കെട്ടിടങ്ങളുടെ അവസ്ഥ ഇന്നലെ
നമ്മുടെ മേയർ പറയുന്ന കേട്ടു പല കെട്ടിടങ്ങളും ഉണ്ടാക്കി ഒരെണ്ണത്തിന് വെന്റിലേഷനോ ജനലോ ഒന്നുമില്ല, എല്ലാം അടഞ്ഞു. പാളയം മാർക്കറ്റിൽ മ്യൂസിയത്തിന്റെ മേയർ ചോദിക്കുക ഈ ഒരു കടയ്ക്കകത്ത് എയർ എങ്ങോട്ട് പോകും? 90 ലക്ഷം രൂപ മുടക്കിയാണ് മ്യൂസിയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ചെറിയ വെയിറ്റിംഗ് ഷെഡ്. അത് മൊത്തം കൂടെ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ വെയിറ്റിംഗ് ഷെഡ് പോലത്തെ കടകളാണ്. ഞാനത് മ്യൂസിയത്തിൽ സ്ഥിരം നടക്കാൻ പോകുന്ന ആളായതുകൊണ്ട് ഞാൻ ആകെ ഒരു ഇത്രയും ഒരു 200 പിന്നെ ഒരു എത്ര പേർക്ക് ഒരു 5 പേർക്ക് ഇരിക്കാൻ പറ്റില്ല സാധാരണ ചെന്നാൽ. അങ്ങനെ ഒരു ചെറിയ കട ഉണ്ടാക്കിയിട്ട് അതിൽ ഒന്നും വെന്റിലേഷനും ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം അടച്ചിട്ടിരിക്കും. 100 ലക്ഷം രൂപ ചെലവാക്കി. നഗരസഭയുടെ എഞ്ചിനോട് പറഞ്ഞു നിങ്ങൾ അനുഭവിക്കേണ്ടി വരും, നിങ്ങൾ കണക്ക് പറയേണ്ടി വരും, നിങ്ങൾ ഉത്തരവാദിയാണ്. 90 ലക്ഷം 9 കോടി രൂപയ്ക്കാണ് അവിടെ മ്യൂസിയത്ത് മാത്രം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അത് കണ്ട അതിശയം. 1 കോടി തന്നിരുന്ന ഞാനത് ഫുൾ ഉണ്ടാക്കി. ഒരു ഇടം കിട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭം അതല്ല. ആര്യരാജന്റെ ഒരു തത്വമുണ്ട്, ഞാനും അപ്പനും സുഭദ്രയും 3 പേർക്ക് ഇരിക്കാനുള്ള സ്ഥലം അത്രേ ഉള്ളൂ. പക്ഷെ വില മതിക്കാനകത്താണ്. അതാണ് അവിടെ ആരും എടുത്തിട്ടില്ല, അടച്ചിട്ടിരിക്കുക. ഒരു സ്ഥലത്തും കച്ചവടം നടത്താൻ പറ്റില്ല കേട്ടോ. ഇനി അത് വേണമെങ്കിൽ ഈ മേയർ വേറെ ഏതെങ്കിലും മാർഗങ്ങളിലൂടെ അത് കുറെ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് അതിൽ വെന്റിലേഷനും ഒക്കെ ഉണ്ടാക്കി പണിതാൽ മാത്രമേ ഈ കടകളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അതേ വണ്ടി ഓടുന്നില്ലല്ലോ. മേയർ എന്താ ചെയ്യേണ്ട? ആദ്യം ഇത് അശാസ്ത്രീയമായി കെട്ടിയ അതിന് സത്യം പറഞ്ഞ കേസ് കൊടുക്കണമെന്നാണ് സാങ്കേതിക വിദഗ്ധനെതിരെ. അതെ, തീർച്ചയായിട്ടും അതെന്താണ് സംഭവിച്ചതിനെ കുറിച്ച് മേയർ ആത്മാർത്ഥമായാണ് കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അങ്ങ് കേസിന് പോവുക തന്നെ വേണം. കാരണം ഈ പൊതു ഖജനാവിൽ നിന്നുള്ള പണമാണ് ഇങ്ങനെ അനാവശ്യമായി ചെലവഴിച്ചിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം ശുപാർശ ചെയ്യണം. ഇതിന്റെ പിന്നിലുള്ളവരുടെ പണം തിരിച്ചു പിടിക്കണം. ഇത്തരത്തിൽ അശാസ്ത്രീയമായ നിർമ്മാണം നടത്തിയിട്ടില്ല. ആർക്കും അറിയാം ഒരു ജനൽ വേണമെന്ന് അറിയില്ലേ, ഒരു വെന്റിലേഷൻ, ഒരു ചെറിയ വെന്റിലേഷൻ എങ്കിലും വേണമെന്ന്. ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ഒരു വെന്റിലേഷൻ അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതൊന്നും വേണ്ട, എങ്ങനെങ്കിലും മതി. അപ്പൊ ജനങ്ങളോട് എന്ത് സമീപനമായിരുന്നു എന്ന് ആലോചിച്ചൊക്കെ. ഈ കടയെടുക്കാൻ വരുന്ന ആളെ എന്തായാലും ചെറിയൊരു വരുമാനം, അയാൾ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണല്ലോ. ഈ പാവങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയുടെ കടയ്ക്ക് വേണ്ടി, അല്ലാത്തവൻ ബിൽഡിംഗ് കെട്ടി അവിടെ കച്ചവടം നടത്തും. ഈ പാവം പിടിച്ച ഗതിയില്ലാത്തവരാണല്ലോ ഈ മുനിസിപ്പാലിറ്റിയിലൊക്കെ കടയെടുക്കാൻ വരുന്നത്. അങ്ങനെയുള്ളവർ ആ കട എടുക്കാൻ വരുമ്പോൾ ചെറിയ വരുമാനത്തിന് കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ആ ജനങ്ങളോട് എന്ത് സമീപനമായിരുന്നു ഈ സർക്കാർ കാണിച്ചതെന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജനങ്ങളെ വെറും ഒന്നിനും കൊള്ളാത്തവരായി ചിത്രീകരിക്കുകയായിരുന്നില്ലേ ഈ കണ്ട കാലം അത്രയും. ഏതായാലും പിണറായി വിജയൻ എനിക്ക് ഒന്നും നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് CPM നിന്ന് വലിയ പ്രതിസന്ധി പിണറായി വിജയൻ നേരിടുന്നുണ്ട്. പിണറായി വിജയനോട് രാജിവെച്ച് പോകാൻ പറയുന്നുണ്ട്. ഇനി രാജിവെച്ച് ഈ കൂറക്കൂട്ടത്തിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയാനുള്ളത്. ഏതായാലും കാത്തിരിക്കാം, എന്താണ് സംഭവിക്കുന്നത് നോക്കി കണ്ട് മനസ്സിലാക്കാം.